ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് വൈപ്പിയുടെ പ്രവർത്തന ഉദ്ഘാടനത്തിന് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിച്ചത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുക. ഒന്ന് മുമ്പോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് വലിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പാടുന്നവർക്കൊക്കെ ഒരു സന്തോഷം കാണുമല്ലോ. ഓക്കെ, നിങ്ങളുടെ വലിയ അനുസരണത്തിന് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാ. പ്രൈസല്ലോ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്ന ഈ പ്രവർത്തന ഈ കർണാടക ദേശത്തും മറ്റ് സ്ഥലങ്ങളിലും അത് അനേക യുവജനങ്ങളുടെ ഇടയിലും യുവാക്കൾക്കും യുവതികൾക്കും യുവാക്കന്മാർക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഒക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനും ഏറ്റവും സന്തോഷകരമായി തീരേണ്ടതിനുമായ ദൈവത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ ആരംഭിക്കുന്ന പ്രാർത്ഥന ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എല്ലാ പ്രിയപ്പെട്ടവരും ഉണ്ടാകേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുക. നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ഹല്ലേലൂയ ചൈതന്യമായി, ഹല്ലേലൂയ അനുഗ്രഹമായി വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ രാജാതി രാജാവിനെ ബഹുമാനത്തോടെ ആരാധിക്കുവാൻ, നല്ല മനസാക്ഷിയോടെ സ്നേഹത്തോടെ അപൂർണ്ണ മനസ്സോടെ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ആർദ്രതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവേ, കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് അത് വലിയ വിടുതലായി തീരുവാൻ, വലിയ ആശ്വാസമായി തീരുവാൻ, അത് വലിയ ദൈവകൃപയായി തീരുവാൻ, ഒരാത്മീയ പ്രചോദനത്തിന് കാരണമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ഓരോ ശുശ്രൂഷ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് സ്തോത്രം ചെയ്യുക. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരള ദൈവസഭയുടെ പാസ്റ്ററായിരിക്കുന്ന അനീഷ് വർഗീസ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ക്രൂശിനരികിലേക്ക് രാവിലെ സമയം ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ചില നാളുകളായി ദൈവസന്നിധിയിൽ ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് കൃപ ചെയ്തു. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ നാഥ, ഈ പകലിൽ ഞങ്ങളുടെ കൂടി വരവ് വൃഥാവല്ല എന്ന് ഞങ്ങൾ നന്നായി അറിയുന്നു. ഏറെ ദൈവമഹത്വം പ്രതീക്ഷിച്ച് ഏറെ ദൈവമഹത്വം പ്രാപിക്കേണ്ടതിന് തന്നെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ വലിയ കൃപ ഞങ്ങളിൽ കർത്തൃത്വം ഏറ്റെടുക്കട്ടെ നാഥ എന്ന ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുന്ന കർത്താവേ, വൈപ്പിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പോൾ വിശേഷാൽ കർത്താവിൽ ബഹുമാന്യ സ്തോത്രം ഞങ്ങളുടെ ഹല്ലേലൂയ ഓവർസിയർ ജോൺസൺ പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, അങ്ങയുടെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് നല്ലൊരു നേതൃത്വം നൽകേണ്ടതിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. അങ്ങദാസൻ ഹല്ലേലൂയ പാസ്റ്റർ സുജിത്തിനെ ഓർത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങൾ ഹല്ലേലൂയ യോഗവുമായിട്ടുള്ള ഈ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധത്തിൽ, ഈ കൂടിവരവുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ പ്രതീക്ഷയോടെ വലിയ ആഗ്രഹത്തോടെ ദിവസത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ഹല്ലേലൂയ മോശ മുൾപടർപ്പിൽ കണ്ടതുപോലെ ഹല്ലേലൂയ അങ്ങയുടെ ദാസന്മാർ ഹല്ലേലൂയ മർക്കോസിൻ്റെ മാളിക മുറിയിൽ പ്രാപിച്ചതുപോലെ കർത്താവേ അതിലൊട്ടും കുറയാതെ മഹത്വമുള്ളത് ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് ഉതകുന്നതൊന്ന് കർത്താവെ ഈ യൗവനക്കാരായ നിന്റെ ജനത്തിൻ്റെ മേൽ പകരുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈപ്പിയുടെ ബോർഡിന് വേണ്ടി സ്തോത്രം ചെയ്ത് ദൈവസനിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനും പ്രിയ ബ്ലസം പാസ്റ്ററെ ഓർത്ത് ദൈവസനിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ഓരോ ചർച്ചസിലെയും സ്തോത്രം വൈപ്പി സെക്രട്ടറീസിനെ മറ്റ് ഉത്തരവാദിത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളൊന്ന് വിശ്വസിക്കുന്നു, ഈ പകലിൽ കർത്താവെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന വൃഥാവല്ല, അഭിഷേകത്തിൻ്റെ വലിയൊരു പകർച്ച ഹല്ലേലൂയ ഞങ്ങളുടെ വരവിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു മഹത്വം എൻ്റെ കർത്താവ് ഞങ്ങളിൽ പകരും. അതിനായി തന്നെ പ്രതീക്ഷയോടെ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗം പ്രാർത്ഥനകൾ കേൾക്കുന്നവർക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം പിന്നെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച്
വൈപിയുടെ ഇനാഗറൽ മീറ്റിംഗായി കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കിടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഇന്ന് മധ്യത്തിൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയ അഭിഷക്തന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർണാടക സ്റ്റേറ്റ് ദൈവസഭയുടെ ഓവർസിയറായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ കർത്താവിൽ പ്രതിഷ്ഠനായിരിക്കുന്ന പ്രൊഫസർ ഇ ജെ ജോൺസൺ അവറുകളെ ആദരപൂർവ്വം സ്വാഗതത്തെ അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യാല ഹല്ലേലൂയ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുവാനും പ്രത്യാല ഓർപ്പിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കർണാടകയുടെ സ്റ്റേറ്റ് ട്രഷറായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകൻ പാസ്റ്റർ ബിനു ചെറിയൻ അവരുകളെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതത്തെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേദിയിലേക്ക് കർത്തദാസനം വന്ന് ഹല്ലേലൂയ ഇരിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ഇങ്ങനെ ക്ഷണിക്കുവാനൊക്കെ ആഗ്രഹിച്ച് ഞങ്ങൾക്ക് തക്ക സമയം ലഭിച്ച കർത്താവിൻ്റെ അഭിഷേകത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതും ഹല്ലേലൂയ ഈ നാളുകളിൽ യുവജനങ്ങളിൽ അതിശക്തമായി പ്രവർത്തിക്കുന്നതുമായ കർത്താവിൻ്റെ അഭിഷേകത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേക ഹല്ലേലൂയ സുജിത് എം സുനിലിനെ വേദിയിലേക്ക് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ വേദിയിലേക്ക് സ്വാഗതത്തെയും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നത്തെ ഹല്ലേലൂയ മീറ്റിംഗ് കർത്താവിനോട് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ കടന്നു വന്ന എല്ലാ അഭിഷക്തന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സൺഡേ സ്കൂളിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ ഹല്ലേലൂയ അനീഷ് വർഗീസ് അവറുകൾ, ഹല്ലേലൂയ ബിജു തോമസ് പാസ്റ്റർ, ഹല്ലേലൂയ ജോയ് പാസ്റ്റർ, മറ്റ് പാസ്റ്റർമാർ ഹല്ലേലൂയ, അതുപോലെ തന്നെ YP ബോർഡ് അംഗങ്ങൾ, സെക്രട്ടറി, ഹല്ലേലൂയ ട്രഷറർ, ഹല്ലേലൂയ വിവിധ അംഗങ്ങൾ, അതുപോലെ തന്നെ വിവിധ സഭകളിൽ നടന്ന YP സെക്രട്ടറിമാർ, ഹല്ലേലൂയ ഓർഗനൈസേഴ്സ്, അല്ല വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചില മണിക്കൂർ ഒരുമിച്ചായിരിക്കുന്നത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനും കേൾക്കുന്ന വചനം, കേൾക്കുന്ന ഹല്ലേലൂയ ദൂതുകൾ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ നാം പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ആദ്യം പറഞ്ഞതുപോലെ ഹല്ലേലൂയ മുമ്പിലുള്ള കസേരകൾ ഹല്ലേലൂയ അല്പം വേക്കൻ്റാണ്. പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മുമ്പിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന അഭിഷേകത്തിന് അതും ഹല്ലേലൂയ അനുഗ്രഹമായിരിക്കും. ഇനിയും പറയുവാൻ ഹല്ലേലൂയ ഇനിയും തുരുന്നില്ല. ദൈവം മക്കൾ ഹല്ലേലൂയ അത് പ്രാർത്ഥനയോടെ അത് കൈക്കൊള്ളുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ തുടർന്ന് ഹല്ലേലൂയ ഒരു ഇനാഗൽ നമ്മുടെ ഇന്നത്തെ കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഹല്ലേലൂയ ദൈവസഭയുടെ YP പ്രസ്ഥാനത്തിന് ഒരു പുതിയ നേതൃത്വം കടന്നു വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ വർഷത്തെ ഹല്ലേലൂയ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമായി ഹല്ലേലൂയ ഈ മീറ്റിംഗ് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഹല്ലേലൂയ യുവജനങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ ഒരു ബോർഡ് മെമ്പേഴ്സോ അല്ലെങ്കിൽ നേതൃത്വം മാത്രം പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ യുവജനങ്ങളുടെ ിലേക്ക് റീച്ച് ചെയ്യുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂട്ടായി ഹല്ലേലൂയ യുവജനങ്ങളുടെ ഹല്ലേലൂയ തെറ്റിപ്പോകുന്ന അനേക കുഞ്ഞുങ്ങൾ ഈ പട്ടണത്തിലുണ്ട്. ഹല്ലേലൂയ അതുപോലെ തന്നെ വിശ്വാസി കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ മറ്റ് പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്. അവരെയൊക്കെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ കൂട്ടിവരുത്തുവാൻ വേണ്ടി ഹല്ലേലൂയ ആ ദൈവകൃപയിലേക്ക് കൂട്ടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനോ ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഓടുവാനും നാം ഒരുമിച്ച് ഹല്ലേലൂയ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടി വരുവാൻ ഇടയായി തീർന്നത്. അതിന് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയും, അതിനെങ്ങനെ മറ്റുള്ളവരെ ഹല്ലേലൂയ കൂട്ടിവരുത്തുവാനൊക്കെ കഴിയുമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തരുവാൻ വേണ്ടിയാണ് നമുക്ക് ഒരുമിച്ച് കൂടി വരേണ്ടതായി. അതിനായി എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതത്തെ അറിയിക്കും. ഈ പുതുതായി തിരഞ്ഞെടുത്ത ബോർഡിനെ ദൈവസഭയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബോർഡിനെ ഈ ദിവസങ്ങളിൽ ദൈവസഭ ഓവർസിയർ, കൗൺസിൽ മെമ്പേഴ്സ് എല്ലാം പ്രിയപ്പെട്ടവർ ചേർന്ന് തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ഈ മീറ്റിംഗ് വളരെ പെട്ടെന്ന് ക്രമീകരിച്ചുകൊണ്ട് ചില പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തി മറ്റുള്ള പേരുകൾ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവസഭ ഈ ദിവസങ്ങളിലെ ഈ നാളുകളിലെ വരുന്ന ആളുകളിലെ ദൈവസഭയുടെ YPയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ അഭിഷേകത്തിന് ബ്രദർ സന്തോഷ് കുര്യൻ അവറുകളാണ്. മുമ്പോട്ട് കടന്നു വന്നുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്ന കരങ്ങളെ തട്ടി കർത്താവിൻ്റെ അഭിഷേകത്തിനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ട്രഷററായി പ്രവർത്തിക്കുന്നത് ഹല്ലേലൂയ അലൻ ബിനു ചെറിയാൻ, പ്രിയ കർത്താവിൻ്റെ മകനെ പ്രത്യേകം മുമ്പോട്ട് കടന്നു ഓർപ്പിക്കുന്നു, അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ YPയുടെ പ്രവർത്തനങ്ങൾ ബോർഡ് മെമ്പേഴ്സായി പ്രവർത്തിക്കുകയും ഈ കാലഘട്ടത്തിൽ തുടരുന്ന കർത്താവിൻ്റെ അഭിഷേകത്തിന് പാസ്റ്റർ ജോബി ഷൗമ്പലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പാട്ടും ഒക്കെ കാര്യങ്ങൾ ലീഡ് ചെയ്ത പ്രിയ നമ്മുടെ
ജോയൽ ജോൺസൺ അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കൊത്തനൂർ ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ബ്രദർ ബ്ലസൻ കെ ഫിലിപ്പ് പ്രിയ കൃതാനുദാസിനെ ക്ഷണിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എയർപോർട്ട് ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന ഡാൻ വർഗീസിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എസ്രഗട്ട ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന ജസ്വിൻ ജോസ് പ്രിയ കൃതാസിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രിയപ്പെട്ടാണ് ഇന്നിവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് പകൽക്കാലം കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ചില പ്രിയപ്പെട്ട ജോലിയുടെ തിരക്കും മറ്റ് പ്രിയപ്പെട്ടവരും ഒക്കെ ദൂരസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിക്കകത്തുള്ള പ്രിയപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. എങ്കിലും ബാംഗ്ലൂർ സിറ്റിക്ക് ഇന്ന് പുറത്തുള്ള പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകലത്തെ മീറ്റിംഗ് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. അവരുടെ പേരും കൂടെ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു. സാം തോമസ്, കോരമംഗല ദിവസഭയുടെ അംഗമായിരിക്കുന്ന സാം തോമസ് ജോൺ, അതുപോലെ തന്നെ പാസ്റ്റർ സനൽ മംഗലാപുരം, അതുപോലെ തന്നെ പാസ്റ്റർ ജീവൻ മാത്യൂസ് ആൻഡ് പാസ്റ്റർ സെൽവൻ പോൾ. അവർ രണ്ടുപേരും, ഒരാൾ ജീവൻ മാത്യൂസ് ബെൽഗാമും അതുപോലെ സെൽവൻ പോൾ ധാർവാഡ് ഡിസ്ട്രിക്റ്റിലെ അഭിഷക്തന്മാരാണ്. അവർ രണ്ടുപേരും ഈ ബോർഡിലേക്ക് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഫെബിൻ ടൈറ്റസ് ബേബി ഒസൂർ ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ഫെബിൻ ടൈറ്റസ് വർഗീസ്, അതുപോലെ തന്നെ ഹൊരമ ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ജോലിയുടെ തിരക്കുകൾ ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ കഴിഞ്ഞില്ല ഷാരോൺ ഹോറോ, അതുപോലെ തന്നെ മൈസൂർ ദൈവസഭയുടെ അംഗമായിരിക്കുന്ന വിജീഷ് വി, അതുപോലെ മുണ്ടുകോട് ദൈവസഭ ഷിമോഗ സെൻട്രലിൽ ആയിരിക്കുന്ന മുണ്ടുകോട് ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ഡാനി ഡേവിഡ്, അതുപോലെ ഹെബ്രി ദൈവസഭയുടെ അംഗമായിരിക്കുന്ന മോസസ് ജോയ്. ഈ പ്രിയപ്പെട്ടവരാണ് ബോർഡിലേക്ക് 14 പേരെ തിരഞ്ഞെടുക്കുവാനിടയായിട്ടും. അതുപോലെ തന്നെ സെക്രട്ടറിയായി സന്തോഷ് കുര്യൻ, ട്രഷറായിട്ട് അലൻ ബിനോയ് ചെറിയൻ, അങ്ങനെ 17 പേരടങ്ങുന്ന ടീമിനെയാണ് ഈ ദൈവസഭ കൗൺസിൽ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ അഭിനന്ദനം ചെയ്യുന്നു. തുടർന്നുള്ള നാളുകളിൽ ഇവരുടെ കൂടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും യുവജനങ്ങളെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാനും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് ഈ ചുമതലകളെ ഏൽപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ അഭിഷക്തന്മാർ മുമ്പോട്ട് കടന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓർച്ചർ അതിനെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതിനായി ദൈവദാസനെ ക്ഷണിക്കുന്നു, ഇത് അഭിഷക്തന്മാരെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ഓർഡിനറി ബിഷപ്പായിട്ടുള്ള ഹല്ലേലൂയ ഇവിടെ കടന്നു വന്ന അഭിഷക്തന്മാർ ഒക്കെ മുമ്പോട്ടൊന്ന് കടന്നു വന്നാൽ നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി തീരട്ടെ. അതിനായി പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. വളരെ നല്ല ടീമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇതിൻ്റെ മുകളിലേക്ക് ചെന്ന് നോക്കിയപ്പം ഞാൻ ഞെട്ടിപ്പോയി. പ്രിയ സഹോദരന്മാർ അവിടെ ഫുഡ് തയ്യാറാക്കുന്നു. ഇവരെല്ലാം നല്ല മാന്യമായ ജോലിയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് അല്പം കരഞ്ഞുപോയി. നിങ്ങളുടെ ആ നല്ല മനസ്സ്, ദൈവസഭയെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ആ നല്ല ഹൃദയം ദൈവം നൽകിയതാണ്. സ്വന്തം കഴിവല്ല, ദൈവം നൽകിയതാണ്. നിങ്ങൾക്കൊരു ദോഷം സംഭവിക്കുകയില്ല. കാരണം സ്റ്റേറ്റ് നിങ്ങൾ അനുഗ്രഹമായിരിക്കും. പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്റ്റാൻഡപ്പ് അവരെ ഒന്ന് അനുഗ്രഹിച്ച് കരങ്ങളെ നീട്ടി, നമ്മൾ കരങ്ങളെ നീട്ടി അവർക്കായി ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഇവരൊക്കെ ജോലി സ്ഥാനത്തായിരിക്കുമ്പോഴൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്, ടെൻഷനുണ്ട്. ഈസി അല്ല ജോലികളെന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ഇതിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിൽ അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടാണ് പലപ്പോഴും മീറ്റിംഗ് കടന്നു വരുന്നത്. നിശ്ചയമായും ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഒരു നിമിഷം എല്ലാ കരം ഉയർത്തി നിങ്ങൾക്കൊരു ആത്മാർത്ഥ്യം ഉണ്ടെങ്കിൽ ദൈവസഭ ഈ ഒരാത്മാർത്ഥമുണ്ട്, കരം ഉയർത്തി ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. രാജഗതൽ എല്ലാ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ശക്തിയോടുകൂടി പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു മനുഷ്യനെ പ്രോത്സാഹനമല്ല, ദൈവം എന്നെ ഇത് ഏൽപ്പിച്ചു എന്നുള്ള നല്ല ബോധ്യം കൊടുത്തെങ്കിൽ മാത്രമേ നിൽപ്പാൻ കഴിയുള്ളൂ. ആ ബോധ്യമുണ്ടാകേണ്ടതിനായി നമുക്ക് ഒന്നിച്ചവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് സഭയായി ഈ പ്രിയപ്പെട്ടവരെ ഫലമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഈ സ്ഥാനത്താക്കിയത് മനുഷ്യൻ്റെ കരമല്ല, മനുഷ്യൻ്റെ വാക്കുകളല്ല, അങ്ങാണ് ആക്കുന്നുള്ള ബോധ്യം ഞങ്ങൾക്കറിയാം. പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, സെക്രട്ടറിക്കായി പ്രാർത്ഥിക്കുന്നു, ട്രഷറർക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ ബോർഡ് മെമ്പേഴ്സിനായും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഈ പ്രിയപ്പെട്ട ടീമിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടിരുന്ന് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ മക്കൾ മുഖാന്തരം അനേകരെ അറിയുവാൻ കർത്താവ് സഹായിച്ചാട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഒരു മിനിറ്റ്. പ്രൈസ് ഗോഡ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാ ബോർഡ് മെമ്പേഴ്സിനെയും വന്ദനം ചെയ്യുന്നു. അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ എല്ലാ പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ YPയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ സന്തോഷ് കുര്യൻ അവറുകൾ ഈ വർഷത്തെ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമുകളും മറ്റ് ഹല്ലേലൂയ നമ്മുടെ മിനിസ്ട്രിയുടെ പ്ലാനിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനായി കർത്താവിനെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേകാല ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ നിയുക്ത പ്രസിഡന്റ് ബ്ലെസൻ ജോൺ, ബിനിച്ചെറിയാൻ പാസ്റ്റർ, നമ്മുടെ സ്റ്റേറ്റ് ഓഫീസറായിരിക്കുന്ന EJ ജോൺ പാസ്റ്റർ, ജിമോൻ പാസ്റ്റർ, മറ്റ് പാസ്റ്റർമാർ, YP സെക്രട്ടറീസ്, ഞങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറി ആയിരിക്കുന്ന ബിനിച്ചാന്, എല്ലാവരെയും ഒരു ഗ്രീറ്റിങ്സ് നൽകുകയാണ്. ആദ്യമായിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു സ്ഥാനം ഞാൻ ഏറ്റെടുത്തത്. ആ ഒരു ഞെട്ടലിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും മുക്തനായിട്ടില്ലെന്നാണ് പറയാൻ ആദ്യം തുടങ്ങട്ടെ. ഞങ്ങൾ ഇപ്പോൾ ബ്ലെസൻ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചയായിട്ടുള്ളൂ ഞങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞങ്ങൾ ചിന്തിച്ച ചില കാര്യങ്ങൾ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം YP എന്നത് നമ്മുടെ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവസഭ യൂത്ത്സിന് അല്ലെങ്കിൽ ടീനേജേഴ്സിന്, പ്രായമുള്ള ആൾക്കാർക്ക് എത്രമാത്രം അവർക്ക് വേണ്ടി തീഷ്ണതയുള്ളതാണ് എന്ന് എൻ്റെ ഒരു എന്താ പറയുക, ഒരു സിമ്പലാണ് YP എന്ന പ്രസ്ഥാനം, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയെ എങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊണ്ടുവരുവാൻ ആയിരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് എയിം. ഓക്കെ, അവർ നല്ല പ്രൊഫഷണൽസും അവർ നല്ല സ്റ്റുഡൻസും ഒക്കെ ആക്കിയെടുക്കണം നമുക്ക്. പക്ഷേ ആ സമയം തന്നെ അവരെവിടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ വേല ആകുന്നവരായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു. നമുക്ക് ഒന്നാമത് എനിക്ക് ആദ്യം പറയാനുള്ളത് പാസ്റ്റർമാരോടാണ്. നമുക്കറിയാം, ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേട്ടു, ഇഫ് യു ഡോണ്ട് എൻഗേജ് ദ കറണ്ട് യൂത്ത്, വേൾഡ് വിൽ എൻഗേജ് ദം. കാരണം നമ്മുടെ തലമുറയെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ലോകം അവരെ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. കാരണം നല്ല ടാലൻ്റ് ഉള്ളവർ, നല്ല ക്രിയേറ്റിവിറ്റി, നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒത്തിരി യൂത്ത്സ് നമുക്ക് ഉണ്ട്. പക്ഷെ എന്നാൽ പലരെയും പലതിലേക്കും കൊണ്ടുപോയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ അവരൊക്കെ പറയും, പക്ഷെ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയും. പക്ഷേ ശരിക്കും അവർ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലേ? അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഈ ചർച്ചിലൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ പറയും, നമ്മൾ യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, കർത്താവേ ഇന്നത്തെ തലമുറയാണ് അടുത്ത സഭ. പക്ഷേ എന്നാൽ യാഥാർത്ഥ്യം അതല്ല കേട്ടോ. ഇന്നത്തെ നമ്മൾ അവരെ അടുത്ത തലമുറയ്ക്ക് മാറ്റി വെക്കുകയല്ല വേണ്ടത്, ഇന്നത്തെ തലമുറയാണ് ഇന്നത്തെ ഫോഴ്സ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ ആദ്യം ദേവദാസന്മാരോട് പറഞ്ഞ് എന്നു ചോദിച്ചാൽ, നല്ല ടാലൻ്റ് ഉള്ളവർക്ക് നാം അവരെ എൻഗേജ് ചെയ്യണം, അവർക്ക് അവസരം കൊടുക്കണം. ഒരുപക്ഷെ മീഡിയയിലായിരിക്കാം, നമ്മൾ ഇവാഞ്ചലിസിലായിരിക്കാം, കൊയറിലായിരിക്കാം, ഇൻസ്ട്രുമെൻറ്റ്സിൽ വായിക്കാനായിരിക്കാം, ഏതിലായിട്ട് അവർക്ക് അവസരങ്ങൾ നമ്മൾ കൊടുക്കുവാൻ
ദേവദാസന്മാർ, സെക്രട്ടറിമാർ, YP സെക്രട്ടറിമാർ, അങ്ങനെ ലീഡേഴ്സിലായിട്ടിരിക്കുന്നവർ നാം അതിനുവേണ്ടി തയ്യാറാകണം. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എയിം. ഇപ്പം ഇവരെ നമ്മളൊരു ക്രിസ്തുവിലുള്ള ഐഡൻറ്റിറ്റി ഇവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ എവിടെയും എങ്കിൽ തോൽക്കുവാൻ ഇടയാകത്തില്ല, അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ ഒരു മോഹത്തിൽപ്പെട്ട് അവർ പോകുവാൻ ഇടവരികയില്ല. ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു. നമ്മൾക്ക് ഞാൻ അറിഞ്ഞെടുത്ത പ്രകാരം നമുക്കൊരു 100 ചർച്ച് നമുക്ക് കർണാടക സ്റ്റേറ്റിലുണ്ട്. എന്നാൽ വളരെ ദുഃഖത്തോടെ പറയട്ടെ, 30 ചർച്ചിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അതിനകത്ത് 30 ഡീറ്റെയിൽസ് കിട്ടിയതിൽ 20 ചർച്ചിൽ മാത്രമേ ആക്റ്റീവായിട്ട് YP നടക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ഈ ബോർഡ് മെമ്പേഴ്സിനെയൊക്കെ ബ്ലെസ്സൻ പാസ്റ്റർ വിളിച്ചു. ഇതല്ല നമ്മുടെ ലീഡർഷിപ്പ് ഒരു ടീമിനെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ അണ്ടറിലെ വേരിയസ് ക്ലസ്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഓരോ ചർച്ചിൻ്റെയും YP പ്രവർത്തനങ്ങൾ, അവർ യൂത്തുമായിട്ടുള്ള എങ്ങനെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യാൻ കാര്യം, ഞങ്ങൾക്ക് മാക്സിമം യൂത്ത്സിനെ ഞങ്ങൾ എങ്ങനെ ഒരു പക്ഷേ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ആയിരിക്കും അവരൊന്ന് മീറ്റ് ചെയ്യുക. ഞങ്ങൾ ഈ ലീഡർഷിപ്പ് ടീം ഇപ്പം തിരഞ്ഞെടുത്ത ടീം നിങ്ങളെല്ലാവരെയും യൂത്ത്സിനെ എല്ലാം ഒന്ന് മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി. കാരണം ഇന്ന് തന്നെ അറിയാം, പ്രയറാന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഒത്തിരി പേര് തിരിഞ്ഞില്ല. പക്ഷേ ഒരു സ്പോർട്സാന്ന് പറയുവാണെങ്കിൽ ഒരു പക്ഷേ ഒത്തിരി പേര് കണ്ടേനേമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഈ യൂത്ത്സിനെ ഒന്ന് ഞങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നമ്മൾ ടാലൻറ്റ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും. ചിലർ പറയും ടാലൻറ്റ് ടെസ്റ്റ് വേണം, ടാലൻറ്റ് ടെസ്റ്റ് വേണ്ടാന്ന് കുറേ പേര് പറയും. പക്ഷേ എനിക്കറിയാം നമ്മുടെ ചർച്ചുകളിൽ നല്ല ടാലൻ്റ് ഉള്ളവരുണ്ട്. അവരെ ഒന്ന് വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ ആക്റ്റീവായിട്ട് ഒന്നെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ കൂടി നമ്മൾ ടാലൻ്റ് പരിശോധനയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഏപ്രിലിൽ ഞങ്ങളൊരു ക്യാമ്പ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഷിമോഗ, മംഗലാപുരം എന്നിവരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ യൂത്ത് പ്രോഗ്രാം അവിടെ നടത്തുവാൻ ഒരു 6 മാസത്തിനുള്ളിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നോർത്ത് കർണാടക നമുക്ക് എല്ലായിടത്തും പോകാനൊക്കാത്ത സ്ഥലത്ത് നമ്മളവരെ സാമ്പത്തികമായി അവരെ ഹെൽപ്പ് ചെയ്ത് അതിനുള്ള അങ്ങനെ ഒരു ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാം നിങ്ങളുടെ സഹായം വേണം. ഞാൻ ഈ സമയം പഴയ YP ഭാരവാഹികളെ ഒരു പ്രാവശ്യം കൂടി ഓർക്കുകയാണ്. അവർ നല്ല പ്രവർത്തനമാണ് ചെയ്തത്. നിങ്ങളുടെ സഹായവും എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല വാക്കുകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വിവിധ നിലകളിൽ നിങ്ങൾ ന്യൂസ് ലെറ്ററിൽ കൂടെ ആയാലും അല്ലെങ്കിൽ വാട്സപ്പ് വിവിധ മാധ്യമങ്ങളിലൂടെ നിങ്ങളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും YP സെക്രട്ടറിമാർ, ദൈവമക്കളെല്ലാവരും അതിൽ സഹകരിക്കുകയും നിങ്ങളാവുന്ന കഴിയുന്ന കൂട്ടായ്മകൾ കാണിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന ആളുകളിൽ നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഈ പട്ടണത്തിൽ ഈ പട്ടണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് യുവജനങ്ങളാണ്. ഏകദേശം മോർ ദാൻ 50% ജനസംഖ്യയുടെ യുവജനങ്ങളുള്ളത്. അതുകൊണ്ട് അവരെ നേടിയെടുപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾ കഴിയുന്നത് പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. 1 മിനിറ്റ് യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. YPക്ക് വേണ്ടി ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചെയ്യുവാനുള്ള പുതിയ ഐഡിയകൾ, ഈ കാലഘട്ടം പുതിയ ചിന്തകൾ വരുന്ന ഒരു കാലഘട്ടത്തേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കടന്നു വന്ന ആ തലമുറയെക്കാളും പുതിയ തലമുറകൾ, പുതിയ ടെക്നോളജി കടന്നു വരുമ്പോൾ അതിനെ ലീഡ് ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ അത് പ്രകാരം മുമ്പോട്ട് പോകാനുള്ള ഒരു നോളജ് നമ്മുടെ മേൽ പകരേണ്ടതിന് വേണ്ടി ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഞാനധികം മുഖവരകൾ പറയാതെ സമയം വേഗം പോയതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് വേഗം പ്രവേശിപ്പാനായി ആഗ്രഹിക്കുന്നു. എനിക്ക് മുമ്പേ ഇവിടെ സംസാരിച്ചവരൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ വളരെ ഷോർട്ട് ടൈമിൽ ക്രമീകരിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു ഇത്. ഒരുപാട് പോരായ്മകളും കുറവുകളും ഒക്കെ വരാമായിരുന്നു. എന്നാൽ അതൊന്നും ഇല്ലാതെ ഇത്ര മനോഹരമായി ശ്രേഷ്ഠകരമായി ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച ഈ മീറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട്
വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ YP-യുടെ ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനും അതുകൊണ്ട് തന്നെ പുതിയ YP ബോർഡിനെ പ്രാർത്ഥിച്ച് നിയോഗിക്കുവാനുമായി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് റവറൻ EJ ജോൺസൺ അവരുകളെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. കർത്താവിൻ്റെ അഭിഷക്തനോടുള്ള ഹൃദയംഗമായ നന്ദിയെ YP-യുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം വീണ്ടും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദൂരം താണ്ടി തൻ്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഇടയിൽ കടന്നു വന്ന് മനോഹരമായ നിലകളിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ദൈവം സഹായിച്ചല്ലോ. ആരാധനയിൽ തികഞ്ഞ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. തൻ്റെ സാക്ഷ്യം നമ്മളെല്ലാവരെയും എൻകറേജ് ചെയ്യുന്നതായിരുന്നു. തൻ്റെ വചനധ്യാനം നമ്മുടെ ജീവിതത്തിൽ വളരെ ചലഞ്ചിങ് ആയിരുന്നു. വളരെ മനോഹരമായ നിലകളിൽ ഈ ശുശ്രൂഷകൾ ചെയ്ത പാസ്റ്റർ സുജിത് M. സുനിലിനോടുള്ള കൃതജ്ഞതയെ YP-യുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം ഇനിയും അധികമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ. ഇന്നത്തെ ഇവിടുത്തെ കൊയർ പെട്ടെന്ന് ക്രമീകരിച്ച ഒരു കൊയറാണ്. നമ്മുടെ YP-യുടെ ക്രമീകരണത്തിൽ തന്നെയാണ് കൊയറും പ്രവർത്തിപ്പാനായി ദൈവം സഹായിച്ചത്. നമ്മൾ ആദ്യം മീറ്റിങ്ങുകളൊക്കെ കൂടിയപ്പോൾ ആരെ പാട്ടിന് വിളിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ YP-ക്ക് തന്നെ ഒരു കൊയർ ആയിരിക്കുന്നത് ഏറ്റവും ഉചിതമെന്ന് കണ്ട് അങ്ങനെ ക്രമീകരിപ്പാൻ ദൈവം സഹായിച്ചു. കുറച്ചു സമയമേ ഉള്ളായിരുന്നു പ്രാക്ടീസിനും ഒക്കെ. പക്ഷേ വളരെ മനോഹരമായി ആ കാര്യങ്ങളൊക്കെ ചെയ്ത പ്രിയ ജോയൽ ആൻഡ് ടീമിനോടുള്ള നന്ദിയെ YP-യുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം അവരെ ഇനിയും അധികം ശക്തമായിട്ട് വരുന്ന മീറ്റിങ്ങുകളൊക്കെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അവിടെ തന്നെ ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൗൺസിൽ അംഗങ്ങൾ, മറ്റ് ദൈവസഭകളിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ, അവരും കൂടെ മുൻകൈയെടുത്താണല്ലോ പല ചർച്ചകളിൽ നിന്നും യൗവനക്കാർ നമ്മുടെ നടുവിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചത്. എല്ലാ പാസ്റ്റേഴ്സിനോടുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അതത് സഭകളിലുള്ള YP സെക്രട്ടറിമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരും കൂടെ ഒന്ന് ക്രമീകരിച്ചാണ് ഇത്രത്തോളം ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുവാനായി ദൈവം സഹായിച്ചത്. തുടർന്നും YP-യുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സഭകളിലായിരിക്കുന്ന സെക്രട്ടറിമാരും ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ എല്ലാം സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവരോടും കടന്നു വന്ന എല്ലാ യൂത്തിനോടുമുള്ള നന്ദിയെ കൃതജ്ഞതയെ ഈ സമയം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സൗണ്ട് ക്രമീകരിച്ച ബ്രദർ സാം, അവിടെ തന്നെ ഇവിടുത്തെ മീഡിയയുടെ ക്രമീകരണങ്ങൾ ചെയ്ത ബ്രദർ ഡേവിസ്, അവരോടുള്ള കൃതജ്ഞതയെ ഈ സമയം അറിയിക്കുന്നു. അവിടെ തന്നെ നിങ്ങൾക്ക് ഇതിനു ശേഷം മനോഹരമായ ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പുറത്തൊരു ഓർഡർ ഇല്ല, മറിച്ച് ഇന്നലെ തന്നെ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മുടെ YP-യുടെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ പ്രിയ ബ്ലസം പാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ, അവരുടെ ചർച്ചിൽ നിന്നുള്ള വിശ്വാസികളും പ്രിയപ്പെട്ടവരും ഉടൻ തന്നെ പല ആൾക്കാരും അതിനോട് ചേർന്ന് ഇന്നലെ തുടങ്ങി അതിനുവേണ്ടിയുള്ള അധ്വാനമായിരുന്നു. ഇന്ന് രാവിലെ വരെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തു. അവരുടെ എല്ലാ ത്യാഗങ്ങൾക്കും അവരുടെ എല്ലാ വിധമായ സഹകരണങ്ങൾക്കും അവർ ചെയ്തതായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുന്നു. ദൈവം അവരെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉടൻ തന്നെ ഈ പ്രാവശ്യം YP-യുടെ പുതിയ ബോർഡിനെ തിരഞ്ഞെടുക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയ ബ്ലസം പാസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ നാളുകളിലും YP-യുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടന്നിരുന്നു. എന്നാൽ പുതിയ ബോർഡ് ഏറ്റവും മനോഹരമായ നിലയിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പുതുതായി തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാവരും ഈ ഒരു ചെറിയ സമയം കൊണ്ടാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ ദൈവം സഹായിച്ച അവരെല്ലാവരോടുമുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുന്നു. അവിടെ തന്നെ ഈ പ്രോഗ്രാമിന് ഒരു ദിവസത്തെ പ്രോഗ്രാമാണെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ നല്ല ക്രമീകരണങ്ങൾ ആവശ്യമായിരുന്നു. മറ്റ് അധ്വാനങ്ങൾ, അറേഞ്ച്മെൻറ്റുകൾ ഒക്കെ ആവശ്യമായിരുന്നു. അതെല്ലാം ചെയ്ത പ്രിയപ്പെട്ടവരോട് ഒരു വാക്കിൽ കൃതജ്ഞത YP-യുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗ് പബ്ലിസിറ്റി ചെയ്ത ഇത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പോസ്റ്റർ ക്രമീകരിക്കുകയും
വിവിധമായ ക്രിസ്ത്യൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ വൈപ്പിയുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇങ്ങനെ ഈ മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണം ഈ ഹാള് നമുക്ക് ദൈവസഭയുടെ ഹാള് വീട് തന്ന പ്രിയ ഓവർസിയർ അവിടെ തന്നെ കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരോടുമുള്ള കൃതജ്ഞതയെ അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ കാര്യം ചിന്തിച്ചപ്പോൾ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ഞങ്ങൾ കണ്ട കാര്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ഇടയിൽ വൈപ്പിയുടെ ഇടയിലും അവിടെ തന്നെ ദൈവസഭകളിലും ഈ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അനേകർ പ്രാർത്ഥിക്കുണ്ടായിരുന്നു. ഓരോ ദിവസങ്ങളും ഓരോരുത്തർക്കായി വേർതിരിച്ച് പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടും കൂടെയാണ് എല്ലാവർക്കും അത് അനുഭവിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അവരെയും പ്രാർത്ഥിച്ച എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിൽ ഉണ്ടാകുന്ന റിസൾട്ടിൻ്റെ പ്രതിഫലങ്ങൾ പ്രാർത്ഥിച്ചവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ധാരാളമായി കൊടുത്ത് ദൈവം മാനിക്കട്ടെ. ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും രഹസ്യത്തിൽ കാണുന്ന ഒരു സ്വർഗീയ പിതാവാണല്ലോ നമുക്കുള്ളത്. എൻ്റെ കണ്ണിൽ നിങ്ങൾ കാണപ്പെട്ടില്ല എങ്കിലും ഞങ്ങളൊക്കെ ഈ നേതൃത്വത്തിൽ നിൽക്കുന്ന ആരുടെയും കണ്ണുകളിൽ നിങ്ങൾ പെട്ടില്ല എങ്കിലും നമ്മുടെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളെ കാണുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് എല്ലാവർക്കും പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നന്ദിയുടെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രത്യേക ജോയി പാഷവും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കത്തോളം മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് സകല മഹത്വം അറിയുന്നു. പ്രാർത്ഥനയുടെ മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് പ്രിയ ജോയി പാഷാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന ഒന്ന് മുഖാന്തരമാണ് ഇത്രത്തോളം അനുഗ്രഹമായി നടക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രത്യേക ദൈവമക്കൾ പിന്നെയും പ്രാർത്ഥിക്കുക. തുടർന്നുള്ള നാളുകളിൽ വൈപ്പി ഏറ്റവും അനുഗ്രഹമായി നടന്നിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതവുമായി നടക്കേണ്ടതിന് വേണ്ടി ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഹല്ലേലൂയ നമ്മളെല്ലാ കാര്യങ്ങളും ചെറിയ ടീമായി അല്ലെങ്കിൽ കുറച്ച് പേരായിട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ചില ഒത്തിരി പോരായ്മകളുണ്ട്. അതിൽ നിങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വരും നാളുകളിൽ എങ്ങനെ നിങ്ങളുടെ ഐഡിയകളും ഹല്ലേലൂയ താല്പര്യങ്ങളും പുതിയ ചിന്തകളൊക്കെ ഞങ്ങളെ അറിയിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. പ്രത്യേക മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങളുടെ വെള്ള പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ പേപ്പറിൽ ഞങ്ങൾ എഴുതി തന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, മീറ്റിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, മറ്റു കാര്യങ്ങൾ അല്ല തുടർന്നുള്ള നാളുകളിൽ എങ്ങനെയായിരിക്കണം വൈപ്പി, എങ്ങനെ മുമ്പോട്ട് പോകണം, നിങ്ങളുടെ ഐഡിയകളൊക്കെ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായിരിക്കും. അതിനായി ദൈവമക്കളെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വന്ന പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കണം. അതെങ്കിൽ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോരായ്മകൾ അത് ഞങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങളിലും ഉത്സാഹിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർന്ന കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. മനസ്സൂഷ കർത്താവിന് പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥത്തോളം അനുഗ്രഹമാക്കി തീർന്ന കർത്താവിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ KRC ദൈവസഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന ബിജു തോമസ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു പ്രാർത്ഥിക്കുകയും വിജീഷ് പാസ്റ്റർ ഹല്ലേലൂയ നോർത്ത് സെൻട്രൽ പാസ്റ്റർ അയക്കുന്ന വിജീഷ് കുമാർ പാസ്റ്റർ ആശീർവാദം പറയുകയും മീറ്റിംഗ് അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും അവിടുത്തെ മഹാകരുണയുടെ കൃപയാൽ ഞങ്ങളെ അവിടെ നിന്ന് നടത്തി, ഞങ്ങളെ സഹായിച്ച്, പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം അങ്ങയുടെ വിലയേറിയ പ്രതിനിധിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവീകാലോചനയ്ക്കായി നന്ദി പറയുന്നു. ഇത്രത്തോളം ദൈവമേ നിന്റെ ദാസനിൽ കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം ഒരുക്കിയല്ലോ. ആ ഏദനിൽ നനപ്പാൻ ഉണ്ടാക്കിയ ആ നദി പോലെ, ആ നദി 4 നദിയായി പിന്നെ ഒഴുകിയതുപോലെ ഇന്ന് പകൽക്കാലം നിന്റെ ദാസനുകൾ കേൾക്കപ്പെട്ട ദൈവീകാലോചന, കേൾക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിൽ അകത്തളങ്ങളിൽ കൂടെ ഒഴുകേണ്ടതിന് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന പലയിടങ്ങളിലും അത് ഏറ്റവും തണുപ്പായി ഭവിക്കേണ്ടതിന്, എവിടെയൊക്കെയോ നിർജ്ജീവമായി കിടക്കുന്നതും എവിടെയൊക്കെയോ വരണ്ടു കിടക്കുന്നതുമായ ഇടങ്ങളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും അത് വ്യാപരിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചതായ ദൈവീകാലോചനകൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ എന്നും കത്തിക്കൊണ്ടിരിക്കുവാൻ, എന്നും അത് നനച്ചുകൊണ്ടിരിക്കുവാൻ, തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ അവരെ തണുപ്പിക്കേണ്ടതിന് വരും ദിവസങ്ങളിൽ കർത്താവേ, കേൾക്കപ്പെട്ട വചനം നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്നും അത് ആഴ്ന്നിറങ്ങി 30 ഹല്ലേലൂയ 60 100 മേനിയായി വിളയപ്പെടുന്ന ഫലങ്ങളായി രൂപാന്തരപ്പെടുവാൻ
ഞങ്ങൾ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ അതിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കണമേ. കേൾക്കപ്പെട്ട വചനം ഒട്ടും കർത്താവേ അത് ഇല്ലാതെ പോകുവാൻ ഇടവരാതെ വരും ദിവസങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അത് ഏറ്റവും ഫലഭൂയിഷ്ടമായി തീരുവാൻ അവരുടെ ഹൃദയങ്ങളിൽ അത് കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഭാരപ്പെട്ട വിഷയത്തിന് മറുപടിയായി, അവർ ദൈവത്തോട് ചോദിച്ചതിന് മറുപടിയായി, അവരുടെ മുമ്പിൽ കാണാത്ത കാര്യത്തിന് മറുപടിയായി ഇന്ന് പകൽക്കാലം സ്വർഗം വ്യക്തിപരമായി ദൈവമേ അവരോട് ഇടപെട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും കർത്താവ് കൊടുത്ത ആൻസറുമായി മടങ്ങിപ്പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ ദാസനിൽ കൂടെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾ വരും ദിവസങ്ങൾ ആയിരങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ നിന്റെ ദാസനെയും കർത്താവ് വരും ദിവസങ്ങളിൽ കരങ്ങളിൽ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പോകുന്നിടങ്ങളിലും ചെയ്യുന്ന വേലകളിലും കർത്താവ് അയക്കുന്നിടങ്ങളിലും അതിശക്തിയോടെ നിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ നിന്റെ ദാസനെ പിന്നെയും അവിടുന്ന് ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വൈപ്പിയുടെ പ്രോഗ്രാമായി കർത്താവെ ഇത് ചെയ്തെടുപ്പാൻ വൈപ്പിയുടെ പ്രസിഡന്റിനെയും കർത്താവെ ഹല്ലേലൂയ അതിൻ്റെ ബോർഡ് മെമ്പേഴ്സിനെയും ദൈവം ഒരുക്കിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളിപ്പോൾ പിരിയുന്നു. പിരിയാത്ത ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഞങ്ങൾ ഇനിയും തമ്മിൽ ഇങ്ങനെ കൂടി വരുന്നവരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും തലമുറയെയും ദൈവം അവിടെവിടങ്ങളായി സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അവിടെ നിന്ന് കേട്ടതിനായി നന്ദി പറയുന്ന പച്ച യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. Thank you, Lord. As your word says, we are fearfully and wonderfully made, O Lord Jesus. Thank you for your mighty presence that poured out upon each and every one of us, Master. Thank you for this YP meeting. Thank you that, Lord, you spoke to your servant of God when we were blessed, the Master, Lord. The coming days, Lord, use us powerfully for your glory and honor. Once again, we bless this meeting. We bless the congregation. In the matchless name of our Lord and Savior Jesus Christ, we pray. Amen. And the other ದೇವರ ಪ್ರೀತಿಯು ಪವಿತ್ರಾತ್ಮನ ಅನ್ಯೋನ್ಯತೆಯು ಸಹವಾಸವು ದೇವರೇ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದಂಥ ಪ್ರತಿಯೊಂದು ಪ್ರಾರ್ಥನೆಯೊಂದಿಗೂ ಇಲ್ಲಿ ಕೂಡಿ ಬಂದಂಥ ಪ್ರತಿಯೊಂದು ಮಕ್ಕಳೊಂದಿಗೂ ಪ್ರತ್ಯೇಕವಾಗಿ ಈ ಒಂದು ವೈಪಿ ಕೂಟದೊಂದಿಗೂ ಇಂದಿಗೂ ಎಂದಿಗೂ ಯೇಸು ಸ್ವಾಮಿಯ ಬರುವಿಕೆವರೆಗೂ ಉಂಟಾಗಲಿ. ആമേൻ. ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ.